എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് വേണ്ട കുറച്ച് മാത്സ് പോർഷൻസ് ആണ്. അപ്പം നമുക്കറിയാം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന് മൊത്തം 5 മൊഡ്യൂൾസ് ആണ് മാത്സിൽ നിന്നും ഉള്ളത്. അപ്പം ഓരോ മൊഡ്യൂളിൽ നിന്നും 4 മാർക്കിന് വെച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 5th മൊഡ്യൂളാണ്, കോംപ്ലക്സ് അനാലിസിസ്. അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എക്സാം വരെയും നമ്മൾ ഓരോ പോർഷൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അതിന് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ഉണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പല എക്സാമിൽ നിന്നും കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ എന്താണ് പറയുന്നത്, നമുക്കറിയാം നമ്പർ സിസ്റ്റം അറിയാം അല്ലേ. നാച്ചുറൽ നമ്പർ എന്താണെന്ന് അറിയാം, റിയൽ നമ്പർ എന്താണെന്ന് അറിയാം, ഇൻറ്റിജേഴ്സ് എന്താണെന്ന് അറിയാം, റാഷണൽ അറിയാം, ഇറാഷണൽ അറിയാം. ഇതിനെപ്പറ്റി എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര അങ്ങനെ പോകുന്നതാണ് എന്ത് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ സീറോയും കൂടി വന്നു കഴിഞ്ഞാൽ അതെന്തായി? ഹോൾ നമ്പേഴ്സ് ആയി. അതുപോലെ തന്നെ ഇൻറ്റിജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2, -3, അതുപോലെ -1, -0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി, അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു P/Q ഫോമിലുള്ള നമ്പറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാഷണൽ നമ്പർ എന്ന് പറയുന്നത് അല്ലേ. ഒരു 2/3 എന്ന് പറയുന്നത് എന്താണ്? ഒരു റാഷണൽ നമ്പറാണ് അല്ലേ. 5/2 എന്ന് പറയുന്നത് എന്താണ്? റാഷണൽ നമ്പറാണ്. ഇനി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ √2, √3 ഇതൊക്കെ എന്താണ്? ഇറാഷണൽ നമ്പേഴ്സ് ആണ് അല്ലേ. ഇനി നമുക്ക് റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂടി ചേരുന്നതാണ് എന്ത്? റിയൽ നമ്പർ എന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെയുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഇപ്പം x² + 1 = 0 എന്ന് പറഞ്ഞു അല്ലേ. x² + 1 = 0 ആണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x² എന്ത് വരും? -1 എന്ന് വരും. ഓർ x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √-1 എന്ന് എഴുതാം. അതായത് ഈ √-1നെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്? i എന്നും പറഞ്ഞ്, ദാറ്റ് ഈസ് i = എന്തായിരിക്കും? √-1 ആയിരിക്കും. ഈ iനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അതായത് കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി നമ്മൾ കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? z = എന്നും പറഞ്ഞാണ്. z = എന്താണ്? z = x + iy ഈസ് എ കോംപ്ലക്സ് നമ്പർ വേർ x എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ടാണ്. y എന്ന് പറയുന്നത് എന്താണ്? ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലി നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് ഇതിൽ നിന്നും എന്തായിരിക്കും? x ആയിരിക്കും റിയൽ പാർട്ട് ഓഫ് z. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് എന്തായിരിക്കും? y ആയിരിക്കും. നമ്മൾ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുവാണ്, z = x + iy എന്നാണ് നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുവാണ്, z = 2 - 3i. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് 2ഉം അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് എത്രയാണ്? -3ഉമാണ് അല്ലേ. അങ്ങനെ നമുക്ക് ഏതൊരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാലും എന്ത് എഴുതാൻ പറ്റും? അതിൽ നിന്നും റിയൽ പാർട്ടും എഴുതാം, ഇമാജിനറി പാർട്ടും എഴുതാം. ഇനി നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിക്കുവാണ്, z = 2 എന്നും പറഞ്ഞു. ഓക്കെ, z = 2 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്താണ്? ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് 2 ആണ്. ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സോ ഈ തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്യുവർലി ഒരു റിയൽ നമ്പർ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സപ്പോസ് ഇങ്ങനെയാണ് തരുന്നത്, z = some 3i എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും? അതിന്റെ റിയൽ പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഈ തന്നിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പ്യുവർലി ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഓൾജിബ്രായിക് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് എന്താണ്? രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് z1 ആൻഡ് z2 ആർ ഈക്വൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദെയർ റിയൽ പാർട്സ് ആൻഡ് ഇമാജിനറി പാർട്സ് ആർ ഈക്വൽ. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ z1ഉം z2ഉം ഈക്വൽ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? അതിന്റെ റിയൽ പാർട്ടുകൾ, ദാറ്റ് ഈസ് x1 = എന്തായിരിക്കണം? x2 ആയിരിക്കണം. അതുപോലെ തന്നെ y1 = എന്തായിരിക്കണം? y2 ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ആ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഞാൻ എഴുതുവാണ്, രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ്, ദാറ്റ് ഈസ് 6x + 2y - 1 i × 2y - 1 = 3 +
5i എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്? രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഈ ഫസ്റ്റ് വണ്ണിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? 6x ആണ്. സെക്കൻഡ് വണ്ണിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 6x = 3 എന്ന് എഴുതാം. ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും? x = 3/6 which is equal to എത്ര എന്ന് വരും? 1/2 എന്ന് വരും അല്ലേ? സിമിലർലി രണ്ടാമത്തേതിൽ നിന്ന് എങ്ങനെ എഴുതാൻ പറ്റും? ഇമാജിനറി പാർട്സ് ഈക്വൽ ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് 2y - 1 = എത്ര എന്ന് വരും? 5 എന്ന് വരും. ഓർ 2y = നമുക്ക് എങ്ങനെ എഴുതാം? 6 എന്ന് എഴുതാം. ദാറ്റ് ഈസ് y = 6/2 എത്ര എന്ന് കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. സോ ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി? x = റിയൽ പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്തപ്പോൾ എത്ര കിട്ടി? വൈയുടെ വാല്യൂവും കിട്ടി. ഓക്കെ, ഇനി രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത്. നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നേക്കുവാണ്. z1 = x1 + iy1 ഉം z2 = x2 + iy2 എന്നുമാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ z1 + z2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക പ്ലസ് i ഇൻറ്റു എന്തായിരിക്കും? ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പം അതുപോലെ തന്നെയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? z1 - z2 ആണ്. z1 - z2 എന്ന് പറയുന്നത് എന്ത് വരും? റിയൽ പാർട്ട് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, ഇമാജിനറി പാർട്ട് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നേക്കുവാണ് നമുക്ക്. z1 = 2 + 3i ഉം അതുപോലെ തന്നെ z2 = 3 - 5i എന്നുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ z1 + z2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? z1 + z2 എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക. സോ 2 + 3 എത്ര വരും? 5 വരും. പ്ലസ് അടുത്ത എന്താണ്? 3i + -5i അല്ലെ? 3i + -5i എന്ന് പറയുമ്പോൾ എത്ര വരും? -2i എന്ന് വരും. സോ നമുക്ക് എന്തെന്ന് കിട്ടും? 5 - 2i എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിലോ z1 - z2 എങ്ങനെ വരും? റിയൽ പാർട്ട് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 2 - 3 എത്ര വരും? -1 പ്ലസ് i ഇൻറ്റു പ്ലസ് എന്തോടെ വരും? ഇമാജിനറി പാർട്ട് 3i - -5i എത്ര കിട്ടും? 8i എന്ന് കിട്ടും. അതായത് നമുക്ക് എങ്ങനെ വരും? -1 + 8i എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്? അഡീഷനും സബ്സ്ട്രാക്ഷനും പറയണത്. അതുപോലെ ഇനി നമുക്ക് എന്തുണ്ട്? ഡിവിഷനും ഉണ്ട്, പ്രൊഡക്റ്റും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി പറയണം. അപ്പം കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ നമുക്കറിയാം. z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ x + iy എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ? z = എപ്പോഴും നമ്മൾ x + iy എന്നാണ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കോഞ്ചുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? x - iy ആയിരിക്കും. അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് എന്താണ്? z⁻ എന്നാണ്. അതായത് i എവിടെയാണോ ഉള്ളത് ആ ഐയുടെ സൈൻ ചേഞ്ച് ചെയ്യുക, കോഞ്ചുഗേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് z സം എക്സാമ്പിൾ പറയുവാണെങ്കിൽ z സം 2 + 3i എന്ന് തന്നിരിക്കുവാണെങ്കിൽ z കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 - 3i ആയിരിക്കും. അതുപോലെ തന്നെ z സം -5 - 6i എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും z കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് -5. ഇവിടെ -i ആയിരുന്നു കിടന്നത്, അതെന്താകും? +i ആകും. സോ -i + 6i എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കോഞ്ചുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർഗന്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കോംപ്ലക്സ് നമ്പറിനെയും ഒരു x ആക്സിസും y ആക്സിസും വെച്ച് വരച്ച് നമ്മൾ കാണിക്കുന്നത്. അതായത് ഇമാജിനറി ആക്സിസും അതുപോലെ തന്നെ റിയൽ ആക്സിസും വെച്ച് വരയ്ക്കുന്ന പ്ലെയിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർഗന്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മളൊരു നോർമലി ഒരു xy എന്ന് പറയുന്ന ആർബിട്രറി ആയിട്ടൊരു കോംപ്ലക്സ് നമ്പറിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? x, y ഒറിജിനിൽ നിന്നും ആ പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ. ഇത് അങ്ങനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു കോംപ്ലക്സ് നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ലൈൻ നമ്മൾ വരച്ചു അല്ലേ? അപ്പോൾ ഞാൻ ഒരു 2,3 എന്ന് പറയുന്നത് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ വരും. x ആക്സിസിലെ 2ന്റെ വാല്യൂ കറസ്പോണ്ടിങ് y ആക്സിസിൽ 3യുടെ വാല്യൂ, ദാറ്റ് ഈസ് 2,3 നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. അതായിരിക്കും എന്ത്? കറസ്പോണ്ടിങ് ആ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ആർഗന്റ് പ്ലെയിനിൽ വരച്ചല്ലോ, ഒരു കോംപ്ലക്സ് നമ്പർ വരച്ചല്ലോ. അപ്പോൾ ആ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോഡുലസ് എന്ന് പറയുന്നത്. ആ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും? mod z എന്നും പറഞ്ഞ് ഇങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്.
ഒരു കോംപ്ലക്സ് നമ്പർ ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? മോഡുലസ് ഓഫ് ഇസഡ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്, സോ എക്സ് സ്ക്വയർ, പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? വൈ ആണ്, സോ വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു ഇസഡ് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ തന്നേക്കുവാണ് 2 മൈനസ് 3i എന്ന് തന്നേക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ. റിയൽ പാർട്ട് എത്രയാണ്? 2 ആണ്, സോ 2ന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. ഇമാജിനറി പാർട്ട് എത്രയാണ്? -3 ആണ്, -3യുടെ സ്ക്വയർ എന്ന് വരും. സോ എത്ര കിട്ടും നമുക്ക്? സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √13 എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്? ആ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോംപ്ലക്സ് നമ്പർ ആർഗ്യുമെന്റ് പ്ലെയിനിൽ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു അല്ലെ? ഇങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പർ എക്സ് കോമ വൈ എന്നും പറഞ്ഞ് വരയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് റിയൽ ആക്സിസിൽ നിന്നും ആ ലൈനിനെ മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആർഗ്യുമെന്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ നോർമലി തീറ്റ എന്നാണ്. അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആയിരിക്കും. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിക്കുവാണ് ഇസഡ് ഈക്വൽ ടു സം 1 പ്ലസ് 2i എന്ന് തന്നേക്കുവാണ്. ഓക്കെ, ഇസഡ് ഈക്വൽ ടു 1 പ്ലസ് 2i ആണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. വൈ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2 ഡിവൈഡഡ് ബൈ എക്സ്. എക്സിന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ ടാൻ ഇൻവേഴ്സ് എത്ര എന്ന് കിട്ടും നമുക്ക്? ടാൻ ഇൻവേഴ്സ് 2 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പവേഴ്സ് ഓഫ് ഐ. അപ്പൊ നമ്മൾ ഐ എന്താണെന്ന് പറഞ്ഞു അല്ലെ? ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഐ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1 ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുക. സോ നമുക്ക് എന്തെന്ന് കിട്ടും? ഐ സ്ക്വയർ ഈക്വൽ ടു -1 എന്ന് കിട്ടും അല്ലെ? അതുപോലെ തന്നെ നമുക്ക് എന്തോടെ കണ്ടുപിടിക്കാം? ഐ ക്യൂബ് കണ്ടുപിടിക്കാം. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? രണ്ട് സൈഡിലും ഒരു ഐയും കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഐ ക്യൂബ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? -i എന്ന് കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ i⁴ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എഗെയിൻ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ നമുക്ക് എന്ത് വരും? -i² എന്ന് വരും. ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. സോ നമുക്ക് എങ്ങനെ കിട്ടും? -1 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കി, ഫസ്റ്റ് ഐ ആയിരുന്നു, അടുത്ത എന്താണ്? ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. ഐ ക്യൂബിന്റെ വാല്യൂ എത്രയാണ്? -i ആണ്. i⁴ വാല്യൂ എത്രയാണ്? 1 ആണ്. എഗെയിൻ ഞാൻ ഇനി i⁵ എടുക്കുവാണ്. i⁵ എന്ന് പറഞ്ഞാൽ എന്താണ്? i⁴ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നമുക്ക് എന്ത് കിട്ടും? ഐ എന്ന് കിട്ടും. സോ i�6 എന്തായിരിക്കും? ഇതിനെ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. i² എന്ന് വരും. അതെന്തായിരിക്കും? -1 ആയിരിക്കും. എഗെയിൻ i⁷ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എഗെയിൻ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. സോ നമുക്ക് -i എന്ന് കിട്ടും. എഗെയിൻ i⁸ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതായത് ഇതിന്റെ പവറുകൾ എന്തായിരിക്കും? ഒരു 4 സൈക്കിൾ ആയിട്ടല്ലേ വരുന്നത്. നോക്കി, ഫസ്റ്റ് i -1 -i 1 എന്നും പറഞ്ഞാണ് പോകുന്നത് അല്ലെ? അതായത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? i⁴ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ എപ്പോഴും വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി i⁴k പ്ലസ് 1, അതായത് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് വരുന്നതെങ്കിൽ അല്ലെ? നമ്മൾ ഇപ്പോൾ സപ്പോസ് i⁹ എന്ന് വന്നു. i⁹ എന്ന് വന്നു കഴിഞ്ഞാൽ 9നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. അവിടെ വാല്യൂ എത്രയായിരിക്കും? i ആയിരിക്കും കിട്ടുന്നത് അല്ലെ? സിമിലർലി i⁴k പ്ലസ് 2 എന്ന് വന്നു. റിമൈൻഡർ 2 ആണ് വരുന്നതെങ്കിൽ അവിടെ എന്തായിരിക്കും? -1 ആയിരിക്കും വരുന്നത്. ആൻഡ് i⁴k പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? -i ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഏതെങ്കിലും ഐയുടെ പവറുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതുപോലെ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? i⁴k എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. i⁴k പ്ലസ് 1 ആണെങ്കിൽ എന്തായിരിക്കും? i ആയിരിക്കും. i⁴k പ്ലസ് 2 ആണെങ്കിൽ എന്തായിരിക്കും? -1 ആയിരിക്കും. i⁴k പ്ലസ് 3 ആണെങ്കിൽ എന്തായിരിക്കും? -i ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളോട്
I⁻43 ആണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചോ. I⁻43 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 43നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 3 ആണ്. സോ 3 വന്നു കഴിഞ്ഞാൽ ഏതാണ് റിമൈൻഡർ? 3 വന്നു കഴിഞ്ഞാൽ വാല്യൂ എത്രയായിരിക്കും? -i ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി I⁻50 ആണെങ്കിൽ എന്ത് വരും? I⁻50 എന്ന് പറഞ്ഞാൽ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് കിട്ടുന്നത്? 2 ആണ് കിട്ടുന്നത്. 2 കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? നമുക്ക് -1 ആണ് വരുന്നത്. അതുപോലെ നമുക്ക് ഏത് പവറുകൾ വന്നു കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് IY ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് മൈനസ് IY ആണ്. അത് നമ്മൾ പറഞ്ഞതാണ്. സോ ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ്. ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് പറയണമെങ്കിൽ എന്തായിരിക്കണം? രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്ന് പറയണം അല്ലേ? പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? എക്സ് പ്ലസ് IY ഇൻറ്റു എക്സ് മൈനസ് IY ആണെങ്കിൽ, ഓക്കെ, എക്സ് പ്ലസ് IY ഇൻറ്റു എക്സ് മൈനസ് IY എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കറസ്പോണ്ടിങ് എലമെന്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് എക്സ് ഇൻറ്റു എക്സ്, നമ്മൾ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ് എന്ത് വരും? എക്സ് സ്ക്വയർ എന്ന് വരും. അടുത്ത എന്താണ്? എക്സ് ഇൻറ്റു -IY, ദാറ്റ് ഈസ് -IXY എന്ന് വരും. അടുത്ത എന്ത് വരും? IY ഇൻറ്റു എക്സ് എത്ര വരും? +I ഇൻറ്റു XY എന്ന് വരും. ലാസ്റ്റ് എന്ത് വരും? IY ഇൻറ്റു -IY, ദാറ്റ് ഈസ് -I² y സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്കറിയാം I സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. സോ ഇതെങ്ങനെ വരും? ഇവിടുന്ന് -IXYയും IXYയും കട്ടായി പോകും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് I സ്ക്വയറിന് പകരം -1 കൊടുത്തു. സോ എന്തെന്ന് കിട്ടും? നമുക്ക് +y² എന്ന് കിട്ടും. അതായത് ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? എക്സ് സ്ക്വയർ +y² എന്നായിരിക്കും കിട്ടുന്നത്. അത് ആക്ച്വലി എന്താണ്? മോഡ് ഇസഡ് സ്ക്വയർ ആണ്. നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ആണ് കിട്ടുന്നത് അല്ലേ? നമ്മൾ ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് എടുത്തപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത്? എക്സ് സ്ക്വയർ +y² എന്നാണ് കിട്ടിയത്. അത് എന്തിന്റെ സ്ക്വയർ ആണ്? മോഡിസഡ് സ്ക്വയർ ആണ്. സോ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? മോഡിസഡ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് ആയിരിക്കും. ഓക്കെ, മോഡിസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇസഡ് ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളത്. അത് നമ്മളിപ്പോൾ പറഞ്ഞു പ്രൊഡക്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്ന്. രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക? പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാം. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നേക്കുവാണ്. Z1 ഈക്വൽ ടു 1 + 2y അതുപോലെ തന്നെ Z2 ഈക്വൽ ടു 1 + 5y എന്നും തന്നേക്കുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 + 2y ഇൻറ്റു 1 + 5i എന്ന് വരും അല്ലേ? സോ എങ്ങനെ എഴുതാൻ പറ്റും? 1 × 1 1, അടുത്തെന്ത് വരും? 1 × 5y, ദാറ്റ് ഈസ് +5y. അടുത്തെന്ത് വരും? 2y × 1, ദാറ്റ് ഈസ് +2y. അടുത്തെന്ത് വരും? 2y × 5y, ദാറ്റ് ഈസ് +10i² എന്ന് വരും. ഇനി നമുക്കറിയാം I സ്ക്വയറിന്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. സോ ഇതെങ്ങനെ വരും? 1. 5y + 2y എത്ര വരും? 7i എന്ന് വരും. I സ്ക്വയറിന് പകരം -1 കൊടുക്കുമ്പോൾ എന്ത് വരും? നമുക്ക് -10 എന്ന് വരും. ദാറ്റ് ഈസ് -9 + 7i എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്? പ്രൊഡക്റ്റ് ഓഫ് ദീസ് ടു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഡിവിഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡിവിഷൻ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കോംപ്ലക്സ് നമ്പർ Z1ഉം Z2ഉം തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇവിടെ Z1ഉം Z2ഉം ഇത് തന്നെ എടുക്കാം. ദാറ്റ് ഈസ് Z1 ഡിവൈഡഡ് ബൈ Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? Z1 അത് ന്യൂമറേറ്ററിൽ ദാറ്റ് ഈസ് 1 + 2y ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്? 1 + 5y ആണ്. ഓക്കെ, 1 + 5y. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിന്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 1 + 5yയുടെ കോഞ്ചുഗേറ്റ് എന്താണ്? 1 - 5y ആണ്. ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? 1 - 5i എന്ന് വരും അല്ലേ? സോ ഇതെന്ന് പറയുന്നത് എന്ത് വരും? 1 × 1, ദാറ്റ് ഈസ് 1. 1 × -5y, ദാറ്റ് ഈസ് -5y. അടുത്ത എന്ത് വരും? 2y × 1 എത്ര വരും? +2i എന്ന് വരും. അടുത്തത് 2y × -5y. സോ എത്ര കിട്ടും? -10i² എന്ന് വരും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം അത് Z × Z കോഞ്ചുഗേറ്റ് എന്നുള്ള ഫോമിലാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 1 ആണ്. സോ 1² പ്ലസ് ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് 5 ആണ്. 5² എത്ര വരും? 5² എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്ത് വരും നോക്കി? 1 -5y + 2y എത്ര വരും? -3i.
ഇനി 10 ഇൻറ്റു ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണ്. മൈനസും മൈനസും എന്താകും, പ്ലസ് ആകും. സോ പ്ലസ് 10 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എന്ത് വരും, 5 സ്ക്വയർ 25, 25 പ്ലസ് 1 26 എന്ന് കിട്ടും. അതായത് എത്ര വരും നമുക്ക്, 1 + 10 11 -3i ഡിവൈഡഡ് ബൈ 26 എന്ന് കിട്ടും. ഇതായിരിക്കും എന്ത്, ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് ഇന്ന് കണ്ടത്, എങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്യാമെന്ന് കണ്ടു, അതിൻ്റെ മോഡുലസ് എന്താണെന്ന് കണ്ടു, ആർഗ്യുമെന്റ് എന്താണെന്ന് കണ്ടു, അതുപോലെ സമ്മ്, ഡിഫറൻസ്, ഡിവിഷന്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇഫ് 5x പ്ലസ് i ഇൻറ്റു 2x മൈനസ് 7 ഈക്വൽ ടു 7 പ്ലസ് 3i, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും, കറസ്പോണ്ടിങ് റിയൽ പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും, 5x ഈക്വൽ ടു എത്ര എന്ന് എഴുതാൻ പറ്റും, 7 എന്ന് എഴുതാം അല്ലേ. ഫസ്റ്റിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, 5x ആണ്. സെക്കൻഡിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, 7 ആണ്. സിമിലർലി ഫസ്റ്റ് വണ്ണിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 2x മൈനസ് y ആണ്. ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 3 ആണ്. സോ അത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ എഴുതി. ഇനി നോക്കിയാൽ 5x ഈക്വൽ ടു 7 ആണെങ്കിൽ x ഈക്വൽ ടു എത്രയായിരിക്കും, 7/5 എന്ന് നമുക്ക് എഴുതാം അല്ലേ. സിമിലർലി രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, y കണ്ടുപിടിക്കണം. ആ y കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ എത്ര കിട്ടി, 7/5 എന്ന് കിട്ടി. ദാറ്റ് ഈസ് 2 ഇൻറ്റു 7/5 മൈനസ് y ഈക്വൽ ടു എന്തെന്ന് എഴുതാം, നമുക്ക് 3 എന്ന് എഴുതാം. അതായത് 14/5 മൈനസ് y ഈക്വൽ ടു എന്ത് വരും, 3 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ y ഇപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എന്ത് വരും, 14/5 മൈനസ് 3 ഈക്വൽ ടു എത്ര എന്ന് കിട്ടും, y എന്ന് കിട്ടും. അതായത് എത്ര വരും, 14 മൈനസ് 15 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു y ആയിരിക്കും. ദാറ്റ് ഈസ് y ഈക്വൽ ടു എത്ര എന്ന് വരും, 14 മൈനസ് 15 -1 ആണ്. ദാറ്റ് ഈസ് -1/5 എന്ന് കിട്ടും. സോ എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്, നമുക്ക് 7/5 ആണ്. വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടിയത്, -1/5 ആണ്. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതായിരിക്കും, ഓപ്ഷൻ ഡി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the smallest positive integer n for which 1 plus i divided by 1 minus i all power n equal to 1. 1 plus i by 1 minus i all power n 1 വരുന്ന സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഡിനോമിനേറ്ററിലും എന്താണ്, കോംപ്ലക്സ് നമ്പർ ആണ് കിടക്കുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പറിനെ മാറ്റാൻ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം, 1 plus i ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ആണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, 1 പ്ലസ് ഐ എന്ന് വരും ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിലും 1 പ്ലസ് ഐ എന്ന് വന്നു അല്ലേ. സോ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ന്യൂമറേറ്റർ എങ്ങനെ വരും, 1 ഇൻറ്റു 1 1, അടുത്തെന്ത് വരും, 1 ഇൻറ്റു ഐ ഐ, അടുത്തെന്ത് വന്നു, ഐ ഇൻറ്റു 1 ഐ, അടുത്തെന്ത് വന്നു, ഐ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് വരും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, -1 ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നോക്കി, ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് 1 സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് -1ൻ്റെ സ്ക്വയർ. സോ നമുക്ക് എന്തെന്ന് കിട്ടും നോക്കി, 1ഉം -1ഉം കട്ടായി പോകും. ഐ പ്ലസ് ഐ എത്ര കിട്ടും, 2i എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എന്താണ്, 1 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ എത്ര എന്ന് വരും, 2 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഐ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടിയത്, ഐ ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഐ റേസ് ടു n ഈക്വൽ ടു 1 വരുന്ന സ്മോളസ്റ്റ് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഐ റേസ് ടു n ഈക്വൽ ടു 1 വരുന്നത് എവിടെയൊക്കെയാണ്, n 4ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ മാത്രമേ 1 വരുള്ളൂ. സോ 4 8 12 എന്നും പറഞ്ഞു പോകും. സോ എന്തായിരിക്കും കറക്റ്റ് വരുന്നത്, ഓപ്ഷൻ സി ആയിരിക്കും വരുന്നത്, n ഈക്വൽ ടു 4. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ വാല്യൂ ഓഫ് ദ റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു 7 പ്ലസ് 2i ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇസഡ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് അറ്റ് ഏതാണ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് അറ്റ് 7 പ്ലസ് 2i ആണ്. സോ എങ്ങനെ എഴുതാം, എഫ് ഓഫ് 7 പ്ലസ് 2i എന്ന് പറയുന്നത് എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 7 പ്ലസ് 2i എന്ന് എഴുതാം അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 7 എത്ര വരും, -6 മൈനസ് 2i എന്ന് വരും. ഇനി ഡിനോമിനേറ്ററിലുള്ള ഈ കോംപ്ലക്സ് നമ്പർ മാറ്റാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. സോ എങ്ങനെ വരും, -6 പ്ലസ് 2i ഡിവൈഡഡ് ബൈ
-6 മൈനസ് 2i ഇൻറ്റു -6 പ്ലസ് 2i എന്ന് വരും അല്ലേ. സോ ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? -6 പ്ലസ് 2i ഡിവൈഡഡ് ബൈ, ഇതെന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ഇൻറ്റു അതിൻ്റെ കോഞ്ചുഗേറ്റ് ആണ്. സോ എന്ത് വരും? റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ, ദാറ്റ് ഈസ് -6 സ്ക്വയർ പ്ലസ് -2 സ്ക്വയർ എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -6 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 4 എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു -6 ഡിവൈഡഡ് ബൈ 40 പ്ലസ് 2i ഡിവൈഡഡ് ബൈ 40 എന്ന് വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് എഫ് ഓഫ് ഇസഡ് ആണ്. റിയൽ പാർട്ട് എന്ന് പറയുന്നത് എത്രയാണ്? -6/40 ആണ് അല്ലെ. -6 ഡിവൈഡഡ് ബൈ 40 ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? -3 ഡിവൈഡഡ് ബൈ 20 എന്ന് എഴുതാം. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദ വാല്യൂ ഓഫ് 6 ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് പ്ലസ് 2iz അറ്റ് ഇസഡ് ഈക്വൽ ടു 1/2 പ്ലസ് 4i. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അറ്റ് ഏതാണ്? 1/2 പ്ലസ് 4i. സോ ഞാൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തു? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 6z കോഞ്ചുഗേറ്റ് പ്ലസ് 2iz എന്ന് വരും. ഇവിടെ നമുക്ക് ഇസഡ് തന്നിരിക്കുന്നത് എന്താണ്? ഇസഡ് ഈക്വൽ ടു 1/2 പ്ലസ് 4i ആണ്. ദെയർഫോർ ഇസഡ് കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/2 മൈനസ് 4i എന്ന് വരും അല്ലേ. നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? 6 ഇൻറ്റു ഇസഡ് കോഞ്ചുഗേറ്റ് ആണ്, ദാറ്റ് ഈസ് 1/2 മൈനസ് 4i പ്ലസ് അടുത്ത് എന്ത് വരും? 2i ഇൻറ്റു ഇസഡ്. ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്? 1/2 പ്ലസ് 4i ആണ്. ഓക്കെ, 1/2 പ്ലസ് 4i. സോ ഇതെന്ന് പറയുന്നത് എങ്ങനെ വരും? 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം നമുക്ക്. 6/2 എത്ര വരും? 3 വരും. മൈനസ് 6 ഇൻറ്റു 4 ദാറ്റ് ഈസ് 24i എന്ന് കിട്ടും അല്ലേ. പ്ലസ് അടുത്ത് എന്ത് വരും? 2i ഇൻറ്റു 1/2 എത്ര വരും? i വരും. അടുത്തത് 2i ഇൻറ്റു 4i ദാറ്റ് ഈസ് 8i സ്ക്വയർ എന്ന് വന്നു. സോ ഇതിനെ എങ്ങനെ എഴുതാം? 3 മൈനസ് 24i പ്ലസ് i എത്ര വരും? -23i. i സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. സോ ഇതെങ്ങനെ വരും? -8 എന്ന് വരും. സോ 3 മൈനസ് 8 എത്രയാണ്? -5 മൈനസ് 23i എന്ന് കിട്ടും. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് i റേസ് ടു -99 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ i റേസ് ടു -99നെ എങ്ങനെ എഴുതാൻ പറ്റും? 1 ഡിവൈഡഡ് ബൈ i റേസ് ടു 99 എന്ന് എഴുതാം അല്ലേ. 1 ഡിവൈഡഡ് ബൈ i റേസ് ടു 99 എന്ന് എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഐയുടെ 4ന്റെ മൾട്ടിപ്പിൾ ആണ്, പവർ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതെന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ i റേസ് ടു 99 ആണ്. സോ ഒരു ഐയും കൂടി വന്നാൽ അത് എത്രയാകും? i റേസ് ടു 100 ആകും. i റേസ് ടു 100 എന്ന് പറയുമ്പോൾ അതെന്താണ്? 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 1 ആണ്. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഞാൻ i വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? i ഡിവൈഡഡ് ബൈ i റേസ് ടു 100 എന്ന് കിട്ടും. i റേസ് ടു 100ന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. സോ നമുക്ക് എത്ര എന്ന് കിട്ടും? i എന്ന് കിട്ടും. സോ ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കോംപ്ലക്സ് നമ്പറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് എടുത്തത്. അപ്പം ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയുക, നമുക്ക് ബാക്കി ക്ലാസ്സസും അപ്ലോഡ് ചെയ്യാം. ഈ കോംപ്ലക്സിൻ്റെ ഇനി നമുക്ക് അനലിറ്റിക് ഫംഗ്ഷൻ എന്താണ്, ഹാർമോണിക് ഫംഗ്ഷൻ എന്താണ്, അതുപോലെ തന്നെ സിംഗുലാരിറ്റി പോൾ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അത് വളരെ കുറച്ച് ക്ലാസ് കൊണ്ടും നമുക്ക് കുറച്ച് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്ത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാംസ് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ കയറി എക്സാംസ് എഴുതാം. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.